നമസ്കാരം. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ അഥവാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാനും അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കി ഉപയോഗിക്കാനും അവരെ ബോധവൽക്കരിക്കുന്നതിലൂടെ ട്രെയിനിയുടെ സുരക്ഷാ മനോഭാവം വികസിപ്പിക്കുന്നതിനായി കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും: PPEയുടെ ഉപയോഗം മനസ്സിലാക്കാൻ, അപകടങ്ങൾ തിരിച്ചറിയുന്നതിനും അവ എങ്ങനെ ഒഴിവാക്കാമെന്നും പഠിക്കുന്നതിന്. ജീവനക്കാർക്കും ഉപകരണങ്ങൾക്കും ബിസിനസ് സ്വത്തുക്കൾക്കും സംരക്ഷണം നൽകുന്ന സുരക്ഷാ നടപടികളെ ജോലിസ്ഥലത്തെ സുരക്ഷ എന്ന് വിളിക്കുന്നു. ജോലിസ്ഥലത്തെ സുരക്ഷയുടെ പ്രാധാന്യവും ആവശ്യകതയും ഇവയാണ്. ജോലിസ്ഥലത്ത് പരിക്കുകൾ, രോഗം അല്ലെങ്കിൽ മരണം പോലും തടയുക. തൊഴിലാളികളെയും കുടുംബങ്ങളെയും തൊഴിലുടമകളെയും പോലും ബാധിച്ചേക്കാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മറികടക്കുക. ജോലിസ്ഥലത്തെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുക. ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കുക. ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക. വിതരണക്കാർക്കും ഉപഭോക്താക്കൾക്കുമിടയിൽ പോസിറ്റീവ് ബ്രാൻഡ് ഇമേജ് വികസിപ്പിക്കുക. ജീവനക്കാരുടെ നിലനിർത്തൽ നിരക്ക് മെച്ചപ്പെടുത്തുക. ജോലിസ്ഥലത്തെ പരിക്കുകൾ, അസുഖങ്ങൾ, സംഭവങ്ങൾ എന്നിവയുടെ മൂലകാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ളതോ മുൻകൂട്ടി കണ്ടിരിക്കാവുന്നതോ ആയ അപകടങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള പരാജയമാണ്. അതിനാൽ ജോലിസ്ഥലത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ആദ്യ പടി ഇതാണ്: അപകട സാധ്യത തിരിച്ചറിയലും വിലയിരുത്തലും. ജോലിസ്ഥലത്തെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് തിരിച്ചറിഞ്ഞ ഭൂരിഭാഗം അപകടങ്ങളും അല്ലെങ്കിൽ അപകട സാധ്യതകളും ഇല്ലാതാക്കുക. തിരിച്ചറിഞ്ഞ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ അപകടങ്ങൾ ശരിയായി വിലയിരുത്തുകയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഫലപ്രദമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുകയും വേണം. ജോലിസ്ഥലത്ത് പാലിക്കേണ്ട അപകടങ്ങളെയും മുൻകരുതലുകളെയും കുറിച്ച് തൊഴിലാളികൾക്ക് ശരിയായ പരിശീലനവും സൗകര്യമൊരുക്കലും കാര്യക്ഷമമായ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നു. വിവിധ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചുള്ള അറിവ് ജോലിസ്ഥലത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ തൊഴിലാളികളെ സഹായിക്കും. തൊഴിലാളികൾക്കിടയിൽ സുരക്ഷാ മനോഭാവം വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കുന്നു. ജോലിസ്ഥലത്ത് നമുക്ക് അപകടകരമായേക്കാവുന്നത് എന്താണെന്നും ശരിയായ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ ഈ അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നും അറിയേണ്ടത് പ്രധാനമാണ്. പരിക്ക് അല്ലെങ്കിൽ അനാരോഗ്യം, വസ്തുവകകൾക്ക് കേടുപാടുകൾ, ജോലിസ്ഥലത്തെ പരിസ്ഥിതിക്ക് കേടുപാടുകൾ അല്ലെങ്കിൽ ഇവയുടെ സംയോജനം എന്നിവയിൽ ദോഷം വരുത്താൻ സാധ്യതയുള്ള ഉറവിടം അല്ലെങ്കിൽ സാഹചര്യം എന്നാണ് തൊഴിൽ അപകടത്തെ നിർവചിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള തൊഴിൽ അപകടങ്ങൾ ഇവയാണ്: ശാരീരിക അപകടങ്ങൾ, കെമിക്കൽ അപകടങ്ങൾ, ജൈവ അപകടങ്ങൾ, ഫിസിയോളജിക്കൽ അപകടങ്ങൾ, മനഃശാസ്ത്രപരമായ അപകടങ്ങൾ, മെക്കാനിക്കൽ അപകടങ്ങൾ, വൈദ്യുത അപകടങ്ങൾ, എർഗണോമിക് അപകടങ്ങൾ. ഈ അപകടങ്ങളിൽ ഓരോന്നും എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് ഇപ്പോൾ വിശദമായി നോക്കാം. ശാരീരിക അപകടങ്ങൾ ഇനി പറയുന്നവ ഉൾക്കൊള്ളുന്നു. ഈ മുന്നറിയിപ്പ് അടയാളങ്ങളാൽ സൂചിപ്പിക്കുന്നു: ഉയർന്ന ശബ്ദനിലകൾ, ചൂട് സമ്മർദ്ദം, തണുത്ത സമ്മർദ്ദം, മെഷീൻ വൈബ്രേഷനുകൾ, അയോണൈസിംഗ് റേഡിയേഷൻ, നോൺ അയോണൈസിംഗ് റേഡിയേഷൻ, കുറഞ്ഞ പ്രകാശം, വീഴൽ അല്ലെങ്കിൽ ട്രിപ്പ്, പരിമിതമായ ഇടങ്ങൾ, വൈദ്യുതാഘാതം തുടങ്ങിയ ചില ശാരീരിക അപകടങ്ങൾ കൂടിയുണ്ട്. കടയുടെ തറയിൽ നഗ്നപാതനായി ജോലി ചെയ്യുന്നു. ഒരു ഹാൻഡിൽ ഇല്ലാതെ ഒരു ഫയൽ ഉപയോഗിക്കുന്നു.
വെഡ്ജ് ഇല്ലാതെ ഒരു ബോൾ പീൻ ചുറ്റിക കൊണ്ട് ചിസിൽ തലയിൽ അടിക്കുന്നു. പോക്കറ്റിൽ മൂർച്ചയുള്ള അറ്റം തുറന്ന ഒരു സ്ക്രൈബർ സൂക്ഷിക്കുന്നു. മഷ്റൂം ഹെഡ് ചിസിൽ ഉപയോഗിച്ച് ഒരു ലോഹപ്രതലം ചിപ്പ് ചെയ്യുന്നു. സുരക്ഷാ ഗ്ലാസുകളില്ലാതെ ഒരു ലോഹപ്രതലത്തിൽ ചിപ്പിംഗ്. കേടായ സ്ലിങ്സ് ഉപയോഗിച്ച് കനത്ത ഭാരം ഉയർത്തുന്നു. ആളുകൾ സമീപത്ത് ജോലി ചെയ്യുമ്പോൾ ലോഡ് ഉയർത്തുന്നു. സസ്പെൻഡ് ചെയ്ത ലോഡിന് താഴെ നിൽക്കുന്നു. രാസ അപകടങ്ങൾ ഇനി പറയുന്നവ ഉൾക്കൊള്ളുന്നു. ഈ മുന്നറിയിപ്പ് അടയാളങ്ങളാൽ സൂചിപ്പിക്കപ്പെടുന്നു. കത്തുന്ന രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, വിഷവസ്തുക്കൾ, നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ. ജീവശാസ്ത്രപരമായ അപകടങ്ങൾ ഉൾപ്പെടുന്നു. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സസ്യകീടങ്ങൾ, അണുബാധയുള്ള വസ്തുക്കൾ. ഈ മുന്നറിയിപ്പ് ചിഹ്നത്താൽ അവ സാധാരണയായി സൂചിപ്പിക്കപ്പെടുന്നു. ഫിസിയോളജിക്കൽ അപകടങ്ങൾ ഇനി പറയുന്ന കാരണങ്ങളാൽ പ്രേരിപ്പിച്ചേക്കാം. വൃദ്ധരായ, ജോലിയുടെ ബുദ്ധിമുട്ട്, പ്രയത്ന പ്രതിഫല അസന്തുലിതാവസ്ഥ, സൂപ്പർവൈസറുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണയുടെ അഭാവം, നീണ്ട ജോലി സമയം, ജോലി തീവ്രമാക്കൽ, ജോലി ജീവിത ബാലൻസ്, ജോലിയുടെ അരക്ഷിതാവസ്ഥ. മനഃശാസ്ത്രപരമായ അപകടങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. തെറ്റായ മനോഭാവം, പുകവലി, മദ്യപാനം, വൈദഗ്ധ്യമില്ലാത്ത സമീപനം, അച്ചടക്കമില്ലായ്മ, ഹാജരാകാതിരിക്കൽ, അനുസരണക്കേട്, ആക്രമണാത്മക പെരുമാറ്റം മുതലായവ. അപകടസാധ്യത. വൈകാരികമായ അസ്വസ്ഥതകൾ, അക്രമവും ഭീഷണിപ്പെടുത്തലും, ലൈംഗിക അതിക്രമം. മെക്കാനിക്കൽ ഹസാർഡ്സ്. സുരക്ഷയില്ലാത്ത യന്ത്രങ്ങൾ, ഫെൻസിംഗ് ഇല്ലാതിരിക്കുക, സുരക്ഷാ ഉപകരണം ഇല്ലാതിരിക്കുക, നിയന്ത്രണ ഉപകരണങ്ങൾ ഇല്ലാതിരിക്കുക. വൈദ്യുത അപകടങ്ങൾ ഇനി പറയുന്നവ ഉൾക്കൊള്ളുന്നു. എർത്തിങ് ഇല്ലാതിരിക്കുക, ഷോർട്ട് സർക്യൂട്ട്, കറണ്ട് ചോർച്ച, പൊട്ടിപ്പൊളിഞ്ഞ വയറുകൾ, ഫ്യൂസോ കട്ട് ഓഫ് ഉപകരണങ്ങളോ ഇല്ലാതിരിക്കുക. എർഗണോമിക് അപകടങ്ങൾ ഇനി പറയുന്നവ ഉൾക്കൊള്ളുന്നു. വികലമായ മാനുവൽ ഹാൻഡ്ലിംഗ് ടെക്നിക്, യന്ത്രങ്ങളുടെ തെറ്റായ ലേഔട്ട്, മോശം ഡിസൈൻ, മോശമായ ഹൗസ് കീപ്പിംഗ്, അസുഖകരമായ ജോലിസ്ഥാനം, തെറ്റായ ഉപകരണങ്ങളുടെ ഉപയോഗം. അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ ഫലപ്രദമായ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് രീതികൾ അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ജോലിക്കാരൻ ഉചിതമായ തരത്തിലുള്ള വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമുക്ക് PPE കുറിച്ച് പഠിക്കാം. ജോലിസ്ഥലത്തെ അപകടങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ ജീവനക്കാർ ഉപയോഗിക്കുന്നതോ ധരിക്കുന്നതോ ആയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എന്നിവയാണ് അവ. PPE-യെ 2 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: നോൺ റെസ്പിറേറ്ററി, റെസ്പിറേറ്ററി.
നോൺ റെസ്പിറേറ്ററി PPE ശരീരത്തിന് പുറത്തു നിന്നുള്ള പരിക്കിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്, അതായത് തല, കണ്ണ്, മുഖം, കൈ, കാൽ, മറ്റ് ശരീരഭാഗങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് അവ ഉപയോഗിക്കുന്നു. ശ്വസന PPE മലിനമായ വായു ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനായി അവ ഉപയോഗിക്കുന്നു. വിവിധ അപകടങ്ങൾക്കെതിരെയുള്ള പ്രത്യേകതരം PPEകളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പഠിക്കാം. അപകടം ഉയർന്ന ശബ്ദ നിലയിലാണെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ ഇയർ മഫ് അല്ലെങ്കിൽ ഇയർ പ്ലഗ് പോലുള്ള ശ്രവണ സംരക്ഷണം ധരിക്കാൻ നിർബന്ധിക്കുന്നു. അപകട സാധ്യത അമിതഭാരം അല്ലെങ്കിൽ വീഴുന്ന വസ്തുക്കൾ തെറിച്ചോ മറ്റോ ആണെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സുരക്ഷാ ഹെൽമറ്റ് പോലുള്ള തല സംരക്ഷണം ധരിക്കാൻ നിർബന്ധിക്കുന്നു. പറക്കുന്ന അവശിഷ്ടങ്ങളോ പൊടിയോ ആണെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സുരക്ഷാ കണ്ണടകൾ പോലെയുള്ള കണ്ണ് സംരക്ഷണം ധരിക്കാൻ നിർബന്ധിക്കുന്നു. വീണുകിടക്കുന്ന വസ്തുക്കൾ, ചൂടുള്ള സ്പാറ്റർ, നനഞ്ഞതോ വഴുവഴുപ്പുള്ളതോ ആയ നിലകൾ എന്നിവയാണ് അപകട സാധ്യതയെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സുരക്ഷാ ഷൂകൾ പോലെ കാലിന് സംരക്ഷണം നൽകാൻ നിർബന്ധിക്കുന്നു. ഉയർന്ന അളവിലുള്ള പ്രകാശവും വികിരണവുമാണ് അപകടമെങ്കിൽ, അതായത് തീപ്പൊരികളും സ്പാർക്കുകളും, ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്നവരെ മുഖവും കണ്ണും സംരക്ഷിക്കുന്ന ഫേസ് ഷീൽഡുകൾ ധരിക്കാൻ നിർബന്ധിക്കുന്നു. ചൂടുള്ള വസ്തുക്കൾ, രാസവസ്തുക്കൾ, ഫ്ലൈയിങ് സ്പാർക്കുകൾ, വൈദ്യുതാഘാതം എന്നിവ കൈകാര്യം ചെയ്യുന്നതാണ് അപകടമെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സുരക്ഷാ കയ്യുറകൾ പോലെയുള്ള കൈ സംരക്ഷണം ധരിക്കാൻ നിർബന്ധിക്കുന്നു. പൊടിപടലങ്ങൾ, പുക, വാതകങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ എന്നിവയുടേതാണ് അപകടമെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ മുഖം മൂടി പോലുള്ള ശ്വസന സംരക്ഷണം ധരിക്കാൻ നിർബന്ധിക്കുന്നു. ദൃശ്യപരത കുറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുന്നതാണ് അപകടമെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംരക്ഷിത ഉയർന്ന ദൃശ്യപരതയുള്ള ജാക്കറ്റുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ധരിക്കാൻ നിർബന്ധിക്കുന്നു. ഉയരത്തിൽ ജോലി ചെയ്യുന്നതാണ് അപകടമെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്നവരെ സുരക്ഷാ കവചം ധരിക്കാൻ നിർബന്ധിക്കുന്നു. അപകടം ചൂടുള്ളതോ തണുത്തതോ ആയ സ്പാർക്കുകളും തീപ്പൊരികളും ആണെങ്കിൽ ഈ നിർബന്ധിത സൈൻ ബോർഡ് ആ പ്രദേശത്ത് ജോലി ചെയ്യുന്നവരെ സംരക്ഷിത ഏപ്രൺ